എല്ലാവർക്കും കുക്ക് ടേൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സമയമൊന്നും കളയണ്ട, നമുക്ക് വേഗം പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇതിൽ 1 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൂടി കണക്കാക്കിയിട്ട് പച്ചമുളക് എടുക്കുക. പിന്നെ ഞാൻ 1/2 കിലോ പുളിയാണിത്, 2 കഷ്ണം, അതായത് 1/2 കിലോ 250-ൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പുളിയാണ്. അത് ഞാനിങ്ങനെ 2 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പുളി അതായത് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ വേഗം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ലിറ്റർ 2 ലിറ്ററിനടുത്ത് കഷ്ടി ഒഴിച്ചിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നന്നായി കുതിരും. പിന്നെ അത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കൈവച്ച് പിഴിയുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും പിഴിഞ്ഞെടുത്തിട്ട് എത്ര വെള്ളമായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മളത് വറ്റിച്ചെടുത്ത് കുറുക്കിയെടുക്കണം, അതിലാണ് കാര്യം. അപ്പോൾ നമ്മുടെ പുളിയെല്ലാം ഞാൻ പിഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ചിലർ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാട് വേണ്ട കേട്ടോ, 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ ഈ പൊടികളൊന്ന് മൂത്ത് വരണം. ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഉരുളി ചതിക്കുന്ന ഞാൻ വിചാരിച്ചേ, പുറത്തേക്ക് തുളുമ്പി പോകുന്ന വിചാരിച്ചേ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് അളവിന് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഇളക്കുമ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണ്, ഗോൾഡൻ കളറിലൊരു സംഭവം കണ്ടോ. അതെന്താണോ എന്ത് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടിയിട്ടുള്ളൊരു എന്തോ ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ ലൈറ്റിൽ. ഇനി നമുക്കിത് കുറച്ച് നേരം തിളയ്ക്കണം. നന്നായി തിളച്ച് കുറുകി വരണം. ഇതാ അപ്പോൾ നമ്മുടെ പുളി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ വറ്റിക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാട്ടോ, അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. പക്ഷെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ നന്നായി പൊട്ടിത്തെറിക്കും. ഇപ്പോൾ അത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയുടെ ആ ഒരു പുളി അനുസരിച്ച് മാത്രം ചേർക്കുക. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ശർക്കര ചേർക്കണം. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല പുളി ആയതുകൊണ്ട് ആദ്യം ഞാൻ ഒരു 4 അച്ച് ശർക്കരയെ ചേർക്കണുള്ളൂ. പിന്നെ നോക്കിയാണ് ചേർക്കണം. ഒരുപാട് മധുരം അങ്ങനെ കൂടി വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനെപ്പോഴും അങ്ങനെ ചേർക്കാറ്. കുറച്ച് ഓരോ അച്ചായിട്ട് ചേർത്ത് മധുരം നോക്കുകയാണ് ചെയ്യാറ്. കാരണം പുളിയിൽ ചിലപ്പോൾ ചില പുളി നല്ല മധുരമുള്ള പുളിയോ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത പുളിയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കല്ലുപ്പ് ഒരു കൈയളവിന് ചേർക്കുകയാണ്. അപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറവാണ്, അപ്പോൾ ഞാനൊരു അച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അലിഞ്ഞതിന് ശേഷം വീണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ആകെ മൊത്തം 7 അച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് നമ്മൾ ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നിട്ടുള്ള പൊടിയില്ലേ, നമ്മുടെ ചുക്കും ഏലക്കായൊക്കെ ഇട്ടുള്ള ആ ശർക്കര ഉണ്ടാവും, അതിൽ ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ പുളിയിഞ്ചിക്ക്. ഞാനത് ശർക്കര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കാളനിലും കുറച്ച് ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഇത് അല്ലെങ്കിൽ എത്രത്തോളം ഇത് വറ്റിച്ചെടുക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ ഒരുപാട് വറ്റിച്ചെടുത്ത് നല്ല കുറുക്കിയെടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് കാലം ഇരിക്കും കേട്ടോ. മാത്രമല്ല ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കണ്ട, ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടണം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂണോളം കടുകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. മുളക് മൂക്കുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അതങ്ങനെ തന്നെ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ കുറച്ച് നേരത്തേക്ക് അടച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയിഞ്ചിയൊക്കെ ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഓണത്തിനൊക്കെ ഒരാഴ്ച മുൻപൊക്കെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഓണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുളിയിഞ്ചി. എനിക്കിത്തിരി നേരം വൈകിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. കുറച്ച് മുൻപ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പുളിയിഞ്ചിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വിഭവമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.